ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി ഏറെ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചരക്കുസേവന നികുതി പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് രാജ്യത്തെ ക്ഷീര സഹകരണ മേഖല. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ ഇടത്തരക്കാർക്ക് ആശ്വാസം പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ശ്രീനാരായണ ഗുരുവിന്റെ 171 ജയന്തി ആഘോഷങ്ങൾക്ക് നാളെ സമാപനം. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ശിശുമരണ നിരക്ക് അമേരിക്കയുടേതിനേക്കാൾ കുറഞ്ഞതായി കണക്കുകൾ. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമെന്ന് മന്ത്രി വീണ ജോർജ്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അരീന സബലങ്കയും അമാൻഡ അനിസിമോവയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ തുടർച്ചയായ മഴ നാശം വിതച്ചിരുന്നു. മഴയും മണ്ണിടിച്ചിലും മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രിതല കേന്ദ്ര സംഘം ഇന്നലെ ജമ്മു കശ്മീർ സന്ദർശിച്ചിരുന്നു. നാളെ വരെ ഗുജറാത്ത്, രാജസ്ഥാൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മധ്യപ്രദേശിന്റെ പടിഞ്ഞാറൻ മേഖലകൾ, കിഴക്കൻ രാജസ്ഥാൻ, കൊങ്കൺ മേഖല, ഗോവ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ശക്തമായ മഴ പെയ്തിരുന്നു. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ചത്തേക്ക് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം സുശക്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രസിഡന്റ് ട്രംപിന്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് പ്രത്യേക ബന്ധമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇന്നലെ ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ വിലയിരുത്തലിനെ ആഴത്തിൽ വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി ഏറെ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. Prime Minister Modi obviously attaches enormous importance to our partnership with the United States, and where President Trump is concerned, he's always had a very good personal equation with President Trump. അമേരിക്കയുമായി സമ്പർക്കം പുലർത്തി വരുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ചരക്കുസേവന നികുതി പരിഷ്കാരങ്ങൾ സ്വാഗതം ചെയ്ത് അമൂൽ ഉൾപ്പെടെ ക്ഷീരസഹകരണ മേഖലയിലെ പ്രമുഖ സംരംഭങ്ങൾ. പാൽ, പനീർ തുടങ്ങിയവയെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വെണ്ണ, നെയ്യ്, പാൽപാത്രങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി 12% നിന്ന് 5% കുറച്ചു. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനും ഉൽപ്പന്നങ്ങളെ മത്സരക്ഷമമാക്കാനും നടപടി സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഇടത്തരക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഈ തീരുമാനത്തിലൂടെ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 20 ലക്ഷം കോടി രൂപയുടെ വർധനവുണ്ടാകും. ഇത് സമ്പദ്ഘടനയ്ക്ക് കുതിപ്പേകുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നികുതി ഘടന ലളിതമാക്കാനും സ്ഥിരത നൽകാനും പരിഷ്കരണം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. माननीय प्रधानमंत्री जी की जो मिडिल क्लास परिवारों के प्रति निष्ठा है, वो निष्ठा समय समय पे हमको दिखाई दी है. कैसे इनकम टैक्स में एक बड़ा सुधार करके 12 लाख रुपए तक की इनकम टैक्स की मध्यम वर्गीय परिवारों को छूट मिली, वैसे ही एक बहुत बड़ा GST में रिफॉर्म्स करके माननीय प्रधानमंत्री जी ने मिडिल क्लास परिवारों को एक बहुत बड़ी राहत दी है. സ്റ്റാർട്ടപ്പ് വികസന സംരംഭമായ ക്യാമ്പസ് ടാങ്ക് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ സംരംഭം സഹായിക്കും. സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ അവതരിപ്പിക്കാനും നിക്ഷേപങ്ങൾ നേടിയെടുക്കാനും യുവാക്കൾക്ക് ഇത് അവസരമൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. $6 ദശലക്ഷം നിക്ഷേപ നിധിയും സംരംഭത്തിന്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട്. സമത്വവും മാനുഷിക അന്തസ്സും ഉറപ്പാക്കി ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയാണ് ജുഡീഷ്യറി ചെയ്യുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നീതിന്യായ സംവിധാനങ്ങളെക്കുറിച്ചുള്ള നേപ്പാൾ ഇന്ത്യ സംഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ നിയമമേഖലയിലെ വൈദഗ്ധ്യ വിനിമയം ശക്തമായി നിലനിൽക്കുന്നുവെന്ന് നേപ്പാൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അലഹബാദ് ഹൈക്കോടതിയിലേക്ക് 2 പുതിയ ജഡ്ജിമാരെ നിയമിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. അമിതാഭ് കുമാർ റായ്, രാജീവ് ലോചൻ ശുക്ല എന്നീ അഭിഭാഷകരെയാണ് ജഡ്ജിമാരായി നിയമിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് അമേരിക്കയുടേതിനേക്കാൾ കുറഞ്ഞതായി സ്ഥിതിവിവര കണക്ക്. സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് 5 ആണെന്ന ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സംവിധാനത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണിത്. 25 ദേശീയ ശരാശരി. അമേരിക്കൻ ഐക്യനാടുകളിലെ ശിശുമരണ നിരക്ക് 5.6 ആണ്. കേരളം ആരോഗ്യരംഗത്ത് നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമാണ് നേട്ടത്തിന് പിന്നിലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 171 ജയന്തി ആഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. ശിവഗിരിയിൽ രാവിലെ നടക്കുന്ന ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും, ചെമ്പഴന്തി ഗുരുകുലത്തിൽ വൈകിട്ട് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്നലെ ആരംഭിച്ച 171 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്കാണ് നാളെ സമാപനം കുറിക്കുന്നത്. ചെമ്പഴന്തിയിൽ നാളെ രാവിലെ 10 മണിക്ക് നടക്കുന്ന ശ്രീനാരായണ ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ഘോഷയാത്ര മന്ത്രി V ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും. വർക്കല ശിവഗിരിയിൽ നാളെ രാവിലെ 11:30 നടക്കുന്ന വിശ്വ സാഹോദര്യ സമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരിയിൽ വിശേഷാൽ പൂജകൾ, ജപയജ്ഞം, പ്രഭാഷണ പരമ്പരകൾ എന്നിവയും നടക്കും. ചെമ്പഴന്തിയിൽ ഗുരുപൂജ, അന്നദാനം, സംഗീത പരിപാടി എന്നിവയും നടക്കും. അവിട്ടം നാളിൽ ആഘോഷപൂർവ്വം 3-ാം ഓണം ആഘോഷിച്ച മലയാളികൾ. ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദ കൂട്ടായ്മകളുമാണ് 3-ാം ഓണത്തിന്റെ സവിശേഷത. വ്യത്യസ്തമായ ആഘോഷങ്ങളുമായാണ് മലയാളികൾ അവിട്ട ദിനത്തെ വരവേറ്റത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 45-കാരൻ മരിച്ചു. വയനാട് ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. നിലവിൽ 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. ചതയ ദിനമായ നാളെ രാത്രി 8:58 മുതൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നതിനാൽ ശബരിമലയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചടങ്ങുകളുടെ സമയക്രമത്തിൽ മാറ്റം. വൈകിട്ട് 4-ന് തുറക്കുന്ന നട രാത്രി 8:30 അടയ്ക്കും. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ബെലാറസ് താരം അരീന സബലങ്കയും അമേരിക്കയുടെ അമാൻഡ അനിസിമോവയും തമ്മിലാണ് കലാശ പോരാട്ടം. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും ഇറ്റലിയുടെ യാനിക് സിന്നറും ഏറ്റുമുട്ടും. കേരള ക്രിക്കറ്റ് ലീഗ് കലാശപ്പോര് നാളെ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സുമാണ് 2-ാം പതിപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:45 മത്സരം. സെമിയിൽ കൊച്ചി കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെയും കൊല്ലം തൃശൂർ ടൈറ്റൻസിനെയുമാണ് തോൽപ്പിച്ചത്. തുടർച്ചയായ 2-ാം തവണയാണ് കൊല്ലം ഫൈനലിലെത്തുന്നത്. വനിതാ ക്രിക്കറ്റർമാർക്ക് പ്രൊഫഷണൽ വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന വനിതാ ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം, പ്രദർശന മത്സരം എന്നിവയ്ക്ക് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ തുടക്കം. പ്രഖ്യാപന ചടങ്ങിന് ശേഷം ക്രമീകരിച്ചിരിക്കുന്ന മത്സരത്തിൽ KCA ഏഞ്ചൽസും KCA ക്വീൻസും ഏറ്റുമുട്ടുന്നു. പ്രവേശനം സൗജന്യമാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് വനിതാ ലീഗ് സംഘടിപ്പിക്കുന്നത്. ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചൈന സൂപ്പർ 4 മത്സരം ആരംഭിച്ചു. രാജ്ഗീർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു സൂപ്പർ 4 മത്സരത്തിൽ ദക്ഷിണ കൊറിയ മലേഷ്യയെ പരാജയപ്പെടുത്തി. സ്കോർ 4-3. നാളെയാണ് സെമി ഫൈനൽ മത്സരങ്ങൾ. രാജ്ഗീർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കലാശ പോരാട്ടം. ബ്രസീലിൽ നടക്കുന്ന 17ാമത് ലോക വുഷു ചാമ്പ്യൻഷിപ്പിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 3 ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ കടന്നപ്പോൾ 2 പുരുഷ താരങ്ങൾ നോക്കൌട്ട് ഘട്ടത്തിലെത്തി. ഇന്തോനേഷ്യൻ താരത്തെ കീഴടക്കി 52 കിലോഗ്രാം വിഭാഗത്തിൽ കലാശ പോരാട്ട യോഗ്യത നേടിയ അപർണ വിയറ്റ്നാം താരത്തെയാണ് ഫൈനലിൽ നേരിടുക. 60 കിലോഗ്രാം വിഭാഗത്തിൽ സെമിയിൽ ബ്രസീൽ താരത്തെ തോൽപ്പിച്ചാണ് കരീന കൗശിക് ഫൈനൽ ഉറപ്പിച്ചത്. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ സാഗർ ദാഹിയ സെമിയിൽ കടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി ഏറെ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത രാജ്യത്തെ ക്ഷീര സഹകരണ മേഖല. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ ഇടത്തരക്കാർക്ക് ആശ്വാസം പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ശ്രീനാരായണ ഗുരുവിന്റെ 171 ജയന്തി ആഘോഷങ്ങൾക്ക് നാളെ സമാപനം. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ശിശുമരണ നിരക്ക് അമേരിക്കയുടേതിനേക്കാൾ കുറഞ്ഞതായി കണക്കുകൾ. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമെന്ന് മന്ത്രി വീണ ജോർജ്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അരീന സബലങ്കയും അമാൻഡ അനിസിമോവയും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.